ഇടതു സർക്കാരിനെതിരെ കവി സച്ചിദാനന്ദൻ ഉയർത്തിയ വിമർശനത്തിന് പിന്തുണയുമായി ഓർത്തഡോക്സ് സഭ. നിലവിലെ ഇടതുപക്ഷം തത്വം ബലി കഴിക്കുന്ന അവസ്ഥയിലാണെന്ന് തൃശൂർ ഭദ്രാസനാധിപൻ യുഹാനോർ മാർ മിലിത്തിയോസ് കുറ്റപ്പെടുത്തി. കവിയുടെ അഭിപ്രായത്തോട് 100% യോജിക്കുന്നതായും മിലിത്തിയോസ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. അതേസമയം സാംസ്കാരിക പ്രവർത്തകർക്കിടയിൽ ഭിന്നതയുണ്ടാക്കുന്നത് എം.എൻ. കാരശ്ശേരിയാണെന്ന് അശോകൻ ചെരുവിൽ കുറ്റപ്പെടുത്തി. സച്ചിദാനന്ദനെ പിന്തുണച്ച് PV അൻവറും വിയോജിച്ച് KK ശൈലജയും രംഗത്തെത്തി. ഇടതുപക്ഷം മൂന്നാം ടൈമും അധികാരത്തിലെത്തിയാൽ CPIM ദുഷിച്ചു പോകുമെന്ന് സാഹിത്യ അക്കാദമി ചെയർമാൻ സച്ചിദാനന്ദൻ ഉന്നയിച്ച അലയൊലികൾ ഒടുങ്ങുന്നില്ല. സച്ചിദാനന്ദനെ അനുനയിപ്പിച്ച് പ്രശ്നപരിഹാരത്തിന് CPIM ശ്രമിക്കുന്നതിനിടെയാണ് കവിക്ക് പിന്തുണയുമായി ഓർത്തഡോക്സ് സഭ രംഗത്തെത്തിയത്. കവിയുടെ അഭിപ്രായം ഓർത്തഡോക്സ് സഭ തൃശൂർ ഭദ്രാസനാധിപൻ യുഹാനൻ മാർ മിലിത്തിയോസ് ശരിവച്ചു. എന്റെ അഭിപ്രായം അദ്ദേഹത്തെ 100% ഞാൻ തുണയ്ക്കുന്നു. ഒരു പരിധി കഴിയുമ്പോൾ അടിച്ചമർത്തപ്പെട്ടവർ തന്നെ അടിച്ചമർത്തുന്നവരാവും. അവനവന്റെ അടിസ്ഥാന തത്വത്തെ മറന്നുകൊണ്ട് പ്രവർത്തിക്കാൻ സ്വാധീനങ്ങളുണ്ടാവും. ആ സ്വാധീനങ്ങളിൽ പെട്ടുപോയാൽ ആ തത്വം തന്നെ ബലികഴിക്കപ്പെടും. അങ്ങനെ ഒരു അവസ്ഥ ഇപ്പോ ഇടതുപക്ഷത്തിന്റെ പൊതുവെ പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടിക്കുണ്ട്. മന്ത്രിമാരെ കുറിച്ച് ഒരു പടി കൂടി കടന്നുള്ള മിലിത്തിയോസിന്റെ വിമർശനം ഇങ്ങനെ: അകത്ത് തന്നെ വിമർശനത്തിന് പറ്റിയ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചാൽ, പക്ഷെ അത്തരം ഒരു അന്തരീക്ഷം ഇപ്പോഴേ മുഖ്യമന്ത്രിയുടെ അദ്ദേഹത്തിന്റെ അനുചരന്മാരുടെ ഒക്കെ പശ്ചാത്തലത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷയില്ല. അതുകൊണ്ടാണ് ഇത് മാറുന്നതാണ് ഉചിതം എന്ന് പറയാൻ കാരണം. 10 വർഷത്തിനിടെ വികസനമുണ്ടായെങ്കിലും അതിനൊപ്പമുണ്ടായ താൻ പ്രമാണിത്വം കാണാതിരിക്കാൻ കഴിയില്ലെന്നും ഭദ്രാസനാധിപൻ വിമർശിച്ചു. അടിച്ചമർത്തപ്പെട്ടവർ അധികാരത്തിലെത്തുമ്പോൾ അധികാരവർഗമായി മാറുന്ന കാഴ്ച ലോകത്തെല്ലായിടത്തും കാണാവുന്നതാണെന്നും ഇക്കാര്യങ്ങളാണ് സച്ചിദാനന്ദനും സാറാ ജോസഫും ഉന്നയിച്ചതെന്നും മിലിത്തിയോസ് പറഞ്ഞു. CPIM അനുനയ നീക്കം സജീവമാക്കിയതോടെ കവിക്ക് പിന്തുണയുമായി PV അൻവർ രംഗത്തെത്തി. അദ്ദേഹത്തിന്റെ ആയുസ്സും ആരോഗ്യവും സമ്പത്തും പേനയും ബുദ്ധിയും ഒക്കെ ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ടാണ് ഇക്കാലം അത്രയും എഴുതിയതും ചിലവഴിച്ചതും നമുക്കറിയാം. അദ്ദേഹമാണ് പറയുന്നത് ഈ ഗവൺമെന്റ് ദുഷിച്ചിരിക്കുന്നു. ഇന്ന് സച്ചിദാനന്ദനെ പോലെയുള്ള ആളുകൾ ഇത് തുറന്നു പറയുമ്പോൾ എത്രമാത്രം ഈ ഗവൺമെന്റ് ഈ സംവിധാനങ്ങളും ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതേസമയം സാംസ്കാരിക മേഖലയിൽ ഉണ്ടാകുന്ന ഭിന്നിപ്പിന്റെ കാരണം M.N. കാരശ്ശേരിയാണെന്ന് സാഹിത്യ അക്കാദമി വൈസ് ചെയർമാൻ അശോകൻ ചെരുവിൽ വിമർശിച്ചു. തുടർഭരണം വേണ്ടയോ തുടർഭരണം വേണ്ട എന്നുള്ളൊരു വാദഗതി അതിശക്തമായിട്ട് ഉയർന്നു വരുന്നുണ്ട്. അത് തുടങ്ങി വെച്ചത് നമ്മുടെ പ്രിയപ്പെട്ട കാരശ്ശേരി മാഷാണ്, M.N. കാരശ്ശേരി മാഷാണ്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം 2021 അദ്ദേഹം ഒരു ഭരണമാറ്റം ആഗ്രഹിച്ചു. ആ ഭരണമാറ്റം ഒരു പക്ഷേ നടക്കുകയില്ല എന്ന് അദ്ദേഹത്തിന് തോന്നി. അപ്പോൾ ഭരണമാറ്റം ഉണ്ടാകുന്നതിന് വേണ്ടി അദ്ദേഹം ഉണ്ടാക്കിയെടുത്തൊരു ഫോർമുലയാണ്, അതായത് ഇടതുപക്ഷത്തിന് വേണ്ടി ഇടതുപക്ഷത്തെ തോൽപ്പിക്കുക. തെറ്റുണ്ടെങ്കിൽ വിമർശിക്കാമെന്നും എന്നാൽ സഭ്യമായ ഭാഷയിലാകണം വിമർശനങ്ങളെന്നും മുൻ മന്ത്രിയും MLA-യുമായ KK ശൈലജ ചൂണ്ടിക്കാട്ടി. അദ്ദേഹം പറഞ്ഞതിനെ വിമർശിക്കുന്നതിൽ തെറ്റില്ല, പക്ഷെ മ്ലേച്ഛമായ ഭാഷ ഉപയോഗിക്കരുത്. സച്ചിദാനന്ദനെ പിന്തുണച്ച് രംഗത്ത് വന്ന PV അൻവർ ജനങ്ങൾക്ക് ഒരു കാര്യത്തിലും സർക്കാരിനെ സമീപിക്കാൻ കഴിയുന്നില്ലെന്നും വിമർശിച്ചു. സച്ചിദാനന്ദൻ ഉയർത്തിയ വിമർശനത്തിൽ ഇടതുപക്ഷത്തിനുള്ളിൽ തന്നെ 2 അഭിപ്രായമാണ്. പാർട്ടി ഇടപെട്ട് അനുനയ നീക്കം നടത്തുമ്പോഴാണ് വിഷയം സജീവമാക്കി നിർത്താൻ രാഷ്ട്രീയ സാമുദായിക നേതാക്കൾ രംഗത്തെത്തുന്നത്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇടത് സഹയാത്രികരുൾപ്പെടെ സൃഷ്ടിക്കുന്ന തലവേദന മറികടക്കാൻ പുതിയ സമവാക്യങ്ങൾ തേടുകയാണ് CPIM. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.